ഹായ്, ഇപ്പോഴേ നമുക്ക് എലിയൊക്കെ തുരത്താൻ വേണ്ടിയിട്ടുള്ള നല്ല കിടിലൻ ടിപ്പാണ്. അപ്പോൾ ഈ എണ്ണക്കവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എണ്ണക്കവർ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കുക കേട്ടോ. അപ്പോൾ എണ്ണക്കവർ എവിടെ കിടന്നാലും അത് മണത്ത് വന്ന് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കൊച്ചു കൊച്ചു പീസാക്കിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് ഗോതമ്പ് പൊടി എടുക്കാം. ഗോതമ്പ് പൊടി എടുക്കുമ്പോഴത്തേന് അതിന് നല്ലൊരു മണമാണ്. ഈ ഗോതമ്പ് പൊടി നമ്മൾ വെള്ളം വെച്ചിട്ടല്ല കുഴയ്ക്കുന്നത്, വെറും വിനാഗിരി മാത്രം നമ്മൾ ചപ്പാത്തി രൂപത്തിലൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മുറിച്ച് വെച്ച കവറുകളുണ്ടല്ലോ, ചെറിയ ചെറിയ പീസ് കവർ അതിനകത്തോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് മൊത്തം കവറും അതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ എലികളൊക്കെ വീടിനകത്തൊക്കെ വരുന്നവർക്കുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ 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 ബോൾസ് ആക്കിയിട്ട് നമുക്ക് അതിനകത്തോട്ട് ഈ കവറുകളാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഗ്യാസ് അടുപ്പിൻ്റെ അവിടെയും കബോർഡിൽ അവിടെയൊക്കെ എവിടെയൊക്കെയാണോ ശല്യം അവിടെയൊക്കെ വെച്ച് കൊടുക്കുക. പക്ഷേ ഇതുപോലെ മുറ്റത്ത് നമുക്ക് എലിപ്പൊത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ആക്കിയിട്ട് ആ ബോൾസ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. തീർച്ചയായിട്ടും എല്ലാം വന്ന് കഴിച്ചിരിക്കും, അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. എല്ലാം വയറ് വീർത്തതങ്ങ് ചത്തുപോകും കേട്ടോ. കാരണം ഈ പ്ലാസ്റ്റിക്കുള്ളിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് വിനാഗിരി പുകച്ചിലും നീറ്റലും ആയിരിക്കും. അങ്ങനെ പിന്നെ പരിസരത്ത് എലി കാണത്തില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് എലിയൊക്കെ തുരത്താനുള്ള എളുപ്പമാർഗ്ഗമാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ പരിസരത്തൊന്നും വെള്ളം വെക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ എണ്ണക്കവറിനകത്തോട്ടാക്കി തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം, പൊത്തിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ട്, ആവശ്യമുള്ളവരെ കാണണേ.